വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഹലോ നമസ്കാരം. അങ്ങനെ വലിയ കുട്ടിക്കുറുമ്പുകൾക്ക് ഇവിടെ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ വി ആർ വാച്ചിങ് Berger Paints by the Court Long Life Star Magic. ഇനി കൈവിരൽ തുമ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സ് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. യെസ്, മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മൈജിയുടെ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് www.mygi.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കയറാം. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, ടെലിവിഷൻ, ഇതെല്ലാം എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കേട്ടോ. അത് മാത്രമല്ല, ഓൺലൈൻ ബുക്കിംഗ് നടത്തിയിട്ട് നിങ്ങൾ പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറിയിലൂടെ നിങ്ങൾക്ക് അതിവേഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അങ്ങനെ മൈജി കെയർ പദ്ധതി, അതുപോലെ തന്നെ G.Protection ആൻഡ് എക്സ്ചേഞ്ച് സ്കീം, അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ആണ് മൈജി നിങ്ങൾക്കായി ഒരുക്കുന്നത്. സോ നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഗാഡ്ജറ്റ് സ്വന്തമാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരൊക്കെയാണ്, ഏത് ടീമാണ് കട്ടയ്ക്ക്, ഇങ്ങനെ ടീംസ് തമ്മിലാണ് കട്ടയ്ക്ക് കോമ്പീറ്റ് ചെയ്യണമെന്ന് അറിയണ്ടേ? ലെറ്റ്സ് വെൽക്കം ദ എന്റെ ടീം ടു സ്റ്റാർ മാജിക്. ായിട്ട് നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരാളെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഗസ് പോലും ചെയ്യാൻ പറ്റില്ല. ഗസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് ക്ലൂസ് അങ്ങോട്ട് തരാം. ശരിക്കും പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി എന്ന് വേണം പറയാനായിട്ട്. ഒരു പൊളിറ്റീഷ്യൻ എന്നതിലുപരി ഇദ്ദേഹത്തിനുള്ള നല്ലൊരു കലാഹൃദയം കൂടി ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, സാധാരണ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയും തൊടാത്ത സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അറുത്ത് മുറിച്ച നയമുണ്ട്. MLA കൂടെയാണ്, വളരെ സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വാഗതം ചെയ്യാം ശ്രീ PC ജോർജ്. അഴിമതിക്കാരെ വലിച്ചു കീറും വീരൻ ജോർജ്, PC ജോർജ്. നട്ടലുള്ളൊരു പൂഞ്ഞാർ ജോർജ്, പൂഞ്ഞാർ നാടിൻ സ്വന്തം ജോർജ്. അഴിമതിക്കാരെ വലിച്ചു കീറും വീരൻ ജോർജ്, PC ജോർജ്. നട്ടലുള്ളൊരു പൂഞ്ഞാർ ജോർജ്, പൂഞ്ഞാർ നാടിൻ സ്വന്തം ജോർജ്. മുത്താറ് PC, സത്താറ് PC, കേരള മണ്ണിൻ സത്താനി ജോർജ്. മുത്താറ് PC, സത്താറ് PC, പൂഞ്ഞാറുകാരുടെ സത്താനി ജോർജ്. കോഴക്കാരെ വലിച്ചു വീറും വീരൻ ജോർജ്, പൂഞ്ഞാർ ജോർജ്. പൂഞ്ഞാർകാരുടെ വികസന സ്വപ്നം പൂവണിയിച്ച വീരൻ ജോർജ്. കോഴക്കാരെ വലിച്ചു വീറും വീരൻ ജോർജ്, പൂഞ്ഞാർ ജോർജ്. പൂഞ്ഞാർകാരുടെ വികസന സ്വപ്നം പൂവണിയിച്ച വീരൻ ജോർജ്. ഒരുപാട് ഗസ്റ്റുകൾ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുഖമാണ്. സോ ഇതുവരെ കാണാത്ത PC ജോർജ് സാറിനെ നമ്മൾ ഇന്ന് സ്റ്റാർ മാജിക്കിലൂടെ നിങ്ങൾ അറിയുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ഒരാളെ പോലെ. എന്താ ചേട്ടാ, ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഇങ്ങനെ പറയുന്നത് ആരാധിച്ച് ഞാൻ വീണു പോകുന്നുണ്ട്. വീഴരുത്, സാറ് വീഴാൻ പാടില്ല. സാറിനെ പോലുള്ളവർ വീഴരുത്. ഞങ്ങൾ എല്ലാരും വീണാലും വീഴത്തില്ല. വീഴരുത്, വീഴാൻ പാടില്ല. അങ്ങനെ പ്രശ്നമില്ല, പേടിക്കണ്ട. ഞാനും സാറ് ഒരു എന്നെ കളിയാക്കൂടാ സിനിമയിലല്ലേ ഒരു മഹാസംഭവം. ഞാൻ സാർ നമ്മളെ ചെങ്കച്ചുള്ളയിൽ വെച്ച് കുറവ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോ അത് രസമല്ല, അത് ആ ഒരു കുറവ് മാത്രമേ ഇതിനകത്തുള്ളൂ. റിലീസ് ചെയ്തില്ല. റിലീസ് അഫീസ്ക്ക് വന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു അല്ലേ? അല്ല, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. സാറിന്റെ അടുത്ത് നിൽക്കുമ്പോ എല്ലാരും വന്ന് തൊട്ടുവഴിയൊക്കെ ചെയ്തു. നിങ്ങൾ അഭിനയിക്കാൻ എന്റെ കുഴപ്പമാണ്. അല്ല അങ്ങനെയല്ല, സാറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് വല്ല
ബോഡി ഗാർഡോ അങ്ങനെ എന്തെങ്കിലും ആ നിനക്കത് പറ്റും ബോഡി സാറിന് പറ്റിയ ബോഡി ബോഡി ഗാർഡ് അല്ല സാർ കണ്ട ലുക്കില്ലെന്നേ ഉള്ളൂ. ലുക്കോട് ആരോഗ്യം വേണം. ഒക്കെ തിരുത്താൻ വേണമെങ്കിൽ അല്ലേ? ആ ഇവിടെ എഴുതാൻ കൊള്ളാം. സാറിന് എനിക്ക് എവിടെയെങ്കിലും ഇരുന്നാ മതി സാറിന്റെ അടുത്ത്. ഓക്കെ സമ്മതിച്ചു. അവൻ തലേ കയറി ഇരിക്കുമോ സാർ? അങ്ങനെയുള്ളവനാണോ? സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് അറിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം പറയരുത്. എന്താ അങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ ഒരു മുഴം മുന്നേറിനാണ്. ചിലപ്പോ ഞാൻ ചോദിക്കാൻ പോണ കാര്യത്തിൽ അയ്യോ അതെനിക്ക് അറിയില്ല, എല്ലാരും കൂടെ എന്നെ അങ്ങനെ ചിലപ്പോ അങ്ങനെ പറഞ്ഞേക്കാം. ഈ ഒരു മുഴം മുന്നേ ഞാൻ അങ്ങനെ എറിഞ്ഞിട്ടൊന്നേ ഉള്ളേ. ലക്ഷ്മിയുടെ മനസ്സിൽ എന്തോ കുസൃതിയുണ്ട്. അയ്യോ, കുസൃതിയല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാൻ പോവാ. അല്ല, ഈ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ സത്യത്തില് എങ്ങനെയാണ് സെലിബ്രിറ്റി ആ ഒരു പദവി ശരിക്കും കിട്ടിയത്? എന്തായിരിക്കും അതിന് കാരണം? ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അറിയത്തില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. അറിയില്ലെന്നല്ലേ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, ഒരുപാട് MLA മാരുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഈവൻ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ തന്നെയുള്ള ഒരു വൈറൽ സ്റ്റാർ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറയണം അറിയില്ല എന്ന് പറയരുത്. എന്തുകൊണ്ടായിരിക്കും കാരണം? സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുമ്പോ അത് ഞാൻ ഇങ്ങനെ ഇതുവരെ അനലൈസ് ചെയ്തില്ല. ഇപ്പൊ അനലൈസ് ചെയ്യാം. മോക്ക് വേണ്ടി ഒന്ന് അനലൈസ് ചെയ്തേക്കാം. എന്തെങ്കിലും ആവട്ടെ. ഞാൻ 80 നമ്മളെ ആദ്യം MLA ആയി. ഇപ്പൊ Okay. 40 കൊല്ലം ആകും. ഗ്രേറ്റ്. അന്ന് എത്ര ക്ലാസ്സിൽ പഠിച്ചു? അന്ന് അച്ഛനമ്മയും എവിടുന്ന്? family അല്ല, അന്ന് planning തൊട്ടില്ല. പോലും നടത്തിയിട്ടില്ല. അച്ഛനമ്മയും കല്യാണം കഴിച്ചിട്ടില്ല. ഇത് ജനിച്ചിട്ടില്ലെന്ന്. സത്യം. അല്ലെങ്കിൽ സാറേ ഇവിടെ ഏത് സെലിബ്രിറ്റി വന്നാലും പറയും 4ാം ക്ലാസ്സിൽ പഠിക്കണം. അങ്ങനെ കുറേയൊക്കെ നുണ- ഏത് ബാലതാരം വന്നാലും പുള്ളിക്കാരത്തി പറയും അന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നേരിയ എന്നെ ഓർമ്മ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് കണ്ട ഒരു 17 വയസ്സ് തോന്നുന്നു. കണ്ടോ? എനിക്ക് അപ്പൊ സാറ് കള്ളം പറയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സാറ് പറഞ്ഞിട്ട് പോകും, അവസാനം ഞങ്ങളത് കിടന്ന് അനുഭവിക്കണം. അനുഭവിക്കണേ. സാറ് പറഞ്ഞോളൂ സാർ. സത്യത്തിൽ എത്ര വയസ്സുണ്ട് പറ. ഞാൻ സത്യസന്ധമായിട്ട് പറയാ, അതിനെന്താ? ഒന്നുമില്ല, നടി ഷീലയുടെ കൂടെ പഠിച്ചാണ്. പോരെ? അടിച്ചു. ഓക്കേ, ഈ ചിങ്ങത്തിൽ എനിക്ക് 18 തികയും. ആ ഒന്നെടുത്ത് ഇപ്പുറത്തോട്ടിരണം. ഒന്ന് അഭിനയിക്കൂ സാർ, എക്സ്പ്രഷൻ. അതെന്നോടെ തങ്കച്ച, അല്ല തങ്കച്ച പറഞ്ഞ കേട്ടോ. എത്ര ഞാൻ പറയാൻ തന്നോട് പറഞ്ഞു. ഞാൻ 36 എന്ന് പറഞ്ഞു, അത് 18 എന്ന് പറഞ്ഞു. ഇത് എങ്ങനെ വിശ്വസിക്കും? സാർ ഒട്ടും കള്ളം പറയില്ലല്ലേ? ഇല്ല. എന്റെ ചെവിയിൽ പറഞ്ഞത് എത്രയായിരുന്നു? 36. എന്നാ ഞാൻ ശരിക്കുള്ള വയസ്സ് അറിയാം. അല്ല 3 അപ്പുറത്തോട്ട് 6 അപ്പുറത്തോട്ടിട്ടാ മതി, കറക്റ്റ് ആവും. തങ്കച്ചൻ ചേട്ടന്റെ വയസ്സല്ല ചോദിച്ചേട്ടാ. ഞാൻ ചുള്ളനല്ലേ, എനിക്ക് 28 20 എനിക്ക് 28 വയസ്സ്. എന്നെ അറിയപ്പെടുന്നതിന്റെ യൂത്ത് അല്ലേ. അയ്യോ, ചർമ്മം കണ്ടാ പ്രായം തോന്നിക്കില്ല എന്നല്ലേ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ ഇട്ടത്? അതാണ് ബാറസോപ്പിന്റെ ഗുണം. നമ്മളെ ലക്ഷ്മി ഒരു കാര്യം കേട്ടോ, സ്ത്രീകളുടെ പ്രായം ചോദിക്കാൻ പാടില്ല. എന്നിട്ട് സാർ പറയാ, ഞാൻ പറഞ്ഞ നിയമം പറയാം. ചെയ്തു. സ്ത്രീകളുടെ പ്രായം ചോദിച്ചാൽ അവർ 5 വയസ്സ് കുറച്ചേ പറയും. അതെ കള്ളം പറ. വീണ്ടും പുരുഷന്മാർ സർക്കാരിലേക്ക് അത് കൊടുത്തോളൂ. പുരുഷന്മാരെ പഠിച്ചോണം കേട്ടോ. ആ. പുരുഷന്മാരുടെ പ്രായം ചോദിച്ചാൽ കൂട്ടി പറയും. 2 വയസ്സ് കുറച്ചേ പറയും. എന്നാ സാർ ധൈര്യമായിട്ട് പിന്നെ ഒരു 60 കഴിഞ്ഞാൽ അവൻ 10 കൂട്ടി പറയും. കൂട്ടി പറയും. ഇതാണ് പുരുഷൻ. അപ്പൊ ഇപ്പൊ സാറിന്റെ സാറേ എന്നാലും 55 പറയണ്ടേ? പ്രായം ഞാൻ പറയാം, എനിക്ക് തർക്കമൊന്നും നിങ്ങൾ ആരും ചിരിച്ചിട്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് വരെ ആര് ചോദിച്ചും വളരെ വ്യക്തമായിട്ട് എന്റെ പ്രായം ഞാൻ പറഞ്ഞു, കള്ളം പറയാനാ. 48 വയസ്സാണ് എന്റെ പ്രായം. 48. അല്ല മോളെ നിർബന്ധമാണോ? ഒരു കാര്യം ചെയ്യാം. സാർ എന്തിനാ ഒരെണ്ണം കാണിക്കണം? ഞാൻ അറിഞ്ഞ 47. തർക്കം കേട്ടോ, തർക്കം വേണം നീ. ഞാൻ 48 സംബന്ധിച്ച് വലിയ തർക്കം ഉണ്ടാക്കും. അല്ല. പിന്നെ ആ തർക്കം ഉണ്ടാക്കുന്ന ഒരു സന്തോഷത്തിൽ ഒരു വയസ്സ് 49. അല്ല, ഏത് വർഷം 40 വർഷം മുന്നേ MLA എന്നല്ലേ പറഞ്ഞ്? അല്ല ഞാൻ MLA ആയതിനു ശേഷം പ്രായം ഉണ്ടാവാറില്ല. 6 വയസ്സിൽ MLA ആയല്ലേ? 1000 കാര്യം ഒന്നും ചോദിക്കാൻ പാടില്ല. ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടെ സാറിന് PC ജോർജ് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടെ ഒരു വലിയ കൈഡി കൊടുത്തുകൊണ്ട് സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക്. പേടിയല്ലാതെ വല്ല ചില്ലറ വല്ലതും ഉണ്ടോ? സാർ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ട് കനത്തിൽ നമ്മൾ സാറ് വേണം ഞങ്ങൾക്ക് ഇത് ചോദിക്കാൻ. അപ്പോ എന്താ പറയാ, സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നോണ്ട് തന്നെ ചോദിക്കുകയാണ്, സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോ കാണാനുള്ള സമയം കിട്ടാറുണ്ടോ? മാഡം ഞാൻ സത്യം പറയാം, ഇത് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. നമ്മുടെ സിനിമയുടെ ഞാൻ നോക്കിയപ്പോൾ ആദ്യം എനിക്ക് സിനിമ ഒരു 5-8 പെണ്ണുങ്ങളും 5-8 ആളും കൂടെ തിമിലകളി. ഇത് എന്നെ ഇടപാടാന്ന് ഞാൻ ആദ്യം. തിമിലയോ? തിമില എന്ന് പറഞ്ഞാൽ തമാശകളി. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഇടപാടാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ സിനിമാടം വരുന്നു, അദ്ദേഹം ഒരു ഗസ്റ്റ് എന്ന് വന്നിരിക്കും, അദ്ദേഹത്തെ കാണിക്കുന്നുണ്ട്, അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടു, ഇഷ്ടായി. ഇത് എന്നാ പക്ഷെ ഇത് ഭയങ്കര റേറ്റിംഗ്. എന്താ ചെയ്യാം? സാറിന് ഭയങ്കര സങ്കടമാണ് അത്. അല്ല അതെങ്ങനെ അല്ല PC ചായ ഇനിയിപ്പോ റേറ്റിംഗ് വളരെയധികം കുതിച്ചു എങ്ങനെ എത്ര റേറ്റിംഗ് വരുന്നത്? അതൊക്കെ നമ്മളാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ടോപ്പ് റേറ്റഡ് ആയിട്ട്. അല്ല ഇത് 7 സുന്ദരിമാരിങ്ങനെ നിൽക്കുന്നതിന്റെ ആ റേറ്റിംഗ് കാരണം ഒന്ന് ചേട്ടന്മാരില്ല. അപ്പൊ സുന്ദരന്മാരെ കളഞ്ഞ ചേട്ടന്മാരെ
ചേട്ടന്മാരൊരു വലിയ കാര്യമൊന്നുമില്ല. ആ തലമുടി വെപ്പ് പൊടിയാണോ? കുട്ടി ഒന്ന് വരൂ, ഇന്ന് ഇറക്കുമതി ചെയ്തിട്ട് സാറിനെ കൊണ്ട് തന്നെ പിടിപ്പിച്ചാൽ മതി. അതെ, സാറിനെ കൊണ്ട് തന്നെ പിടിപ്പിച്ചാൽ ആദ്യം ഒന്ന് പരിചയപ്പെടൂ, ഒന്ന് രണ്ടുപേരും ഒന്ന് മലയാളത്തിൽ സംസാരിക്കും. ഹായ്, നമ്മൾ ഒരേ നാട്ടുകാരാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയാണ് എന്റെ നാട്. ചങ്ങനാശ്ശേരി. ഞാൻ ഈരാറ്റോട്ടെയാണ്. എനിക്കറിയാം, എനിക്കറിയാം. ഈ തലമുടി വെപ്പ് പൊടിയായില്ലേ? ഇതൊന്ന് വലിച്ചു നോക്കാം സർ. വലിച്ചു നോക്കാം, വലിച്ചു നോക്കാം സർ. പാമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ ധൈര്യമായിട്ട് വലിക്കാം, ഇളവ് വരില്ല. യഥാർത്ഥത്തിൽ വെപ്പ് മുടിയാണ്. വെപ്പ് മുടിയാണ്. മൈക്കില് എം ബി എ കാരിയാ? MBA ഈ ബുദ്ധി കഴിഞ്ഞു. മുഴുവൻ ഇതിന്റെ ഇടയിലാ. പോവാതിരിക്കാനാണ് വളർത്തിയത്. ഇത് എന്തേരം വളരെ എങ്ങനെ രാവിലെ 1 മണിക്കൂറെങ്കിലും കഴിയണമല്ലോ. ഇത് ഒരു 3-4 മണിക്കൂർ വേണ്ട ഈ തലമുടി ചെരുപ്പിടുത്തി വെക്കാൻ. വേണ്ട, 20-30 ഇല്ല, ഇത് ഈരുമല്ല. അത് ആഴ്ച ഒരു ചേർത്തല കൊണ്ട് തൊണ്ട് വലിക്കുന്ന അല്ലല്ല, നല്ലണ്ട. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടയും, അപ്പൊ സെറ്റാവും. ഓ കൊടയും ദൈവമേ. ആ പരിസരത്ത് എല്ലാവരും താമസം മാറി സാറേ, ഈ കൊടയക്കം കാരണം. വേറെ സംഭവം ഇവരുടെ വീട്ടിൽ മീൻ മേടിക്കാറില്ല. കാശ് കൊടുത്ത് മീൻ മേടിക്കാറില്ല. കുളത്തിന്ന് ഒരൊറ്റ ചാട്ടം ഒരു കറിക്കുള്ള മീനുമായിട്ട് കയറി. അയ്യോ, എന്റെ വീടിന്റെ അടുത്തൊരു പാർക്കുളം ഉണ്ട്. എങ്ങനെ മനസ്സിലായി? അപ്പൊ അത് ശരിയാ. അപ്പൊ ഞാൻ സ്ഥിരം അവിടെ വന്ന് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞേക്കാം ചേട്ടാ, സാറേ കൃത്യമായിട്ട്. സാർ അത് ശ്രദ്ധിച്ചോ? അത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു. അത് വെപ്പാണോ? അല്ലല്ല അല്ല, ചേട്ടൻ തന്നെ പിടിച്ചാൽ മതി. പിടിച്ചാൽ മതി. എടാ കേട്ടോ, ധൈര്യമായിട്ട് പിടിക്കാം. ഈ താടിയുടെ ഉണ്ടല്ലോ, ഇല്ല ഈ താടി അസോസിയേഷനിലുണ്ടോ? എല്ലാ അതിലുണ്ട്. അങ്ങനെയുള്ളതേ ഇയാള് നമ്മുടെ കോട്ടയത്ത് ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന 500 താടികൾ ഇതുപോലെ 500 ചോദിച്ചപ്പോ 500 താടി അസോസിയേഷന്റെ മെമ്പർമാരാ. ഞാൻ അവിടെ നടുക്കുന്ന ഫോട്ടോ എടുത്താ പറഞ്ഞു. എത്ര കൊല്ലത്തെ ബുദ്ധിമുട്ടാണിത്? മീശയുടെ നീട്ടം കണ്ടോ സർ? വലിക്കരുത് പോവും പൊട്ടിച്ചു വെച്ചിരിക്കുന്നു. അല്ലല്ല, സത്യം. ചുമ്മാ അല്ല അല്ല, സാർ വേൾഡിൽ 2ാം സ്ഥാനമാണ് സാർ. അത് ചുമ്മാ പറഞ്ഞു. അത് സത്യം. ശരിക്കും സർട്ടിഫിക്കറ്റ് കാണിക്കണോ? എങ്ങനെ ഞാൻ കാണിക്കാം. സർട്ടിഫിക്കറ്റ് ഇപ്പൊ ചുമ്മാ എവിടെ കിട്ടുന്ന ഇത് കണ്ടിട്ട് ഇതല്ലേ ഒറിജിനൽ? MBA സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് എല്ലാം ചുമ്മാ കിട്ടും. MBA ഇത് ഒപ്പിച്ചതാണോ? ഇല്ല ഇല്ല, അല്ല, ഞാൻ അത് പഠിച്ച കണ്ടാരേ മോൻ കണ്ടാരേ കള്ളം പഠിച്ചങ്ങ് ഇത് മാന കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല താടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വലിയ പ്രശ്നം കേട്ടോ. എനിക്ക് ഒരു പ്രശ്നമില്ല. അത് കാണുന്നവർക്ക് പ്രശ്നമാണ്. ആഗ്രഹമില്ലയോ? വെക്കണം ആഗ്രഹമില്ലയോ? സത്യമായിട്ടും ഇല്ല. എന്റെ പെമ്പളെ എന്നെ ഇറക്കി വിടും. വെച്ചാ നല്ല ലുക്കാ. ലുക്കുണ്ട്. ലാലേട്ടനെ പോലെ ഇരിക്കും. ലുക്കുണ്ടെങ്കിലും ഭാര്യനെ ഇറക്കി വിടും. അതുകൊണ്ടാ ഇല്ല നോക്കാൻ. പറയൂ സർ, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷം ഇലക്ഷൻ ആകാൻ പോകുന്നു. യുദ്ധരംഗത്തേക്ക് ഇപ്പോൾ ഉള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഇടത്തെ പോലെ ഒറ്റയ്ക്ക് തന്നെ യുദ്ധം. ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് തോന്നിയിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്താ പറയാ മിത്രങ്ങൾ ഉണ്ടെന്നാണോ ശത്രുക്കൾ ഉണ്ടെന്നാണോ? എനിക്കോ? ആ, എനിക്ക് ശത്രു എന്ന് പറഞ്ഞ സാധനം ഇല്ല. സത്യമായിട്ടും പിന്നെ മുഴുവൻ മിത്രങ്ങളാ. രാഷ്ട്രീയത്തിൽ നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ? ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനാകുവാൻ. എന്തിലും ആ ബിസിനസ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു കൺഫെക്ഷണറി ഫാക്ടറി തുടങ്ങിയാണ്, മുട്ടായി കമ്പനി. 10-40 പെണ്ണുങ്ങളുണ്ട്. ഞാൻ അവിടെ പോയി എല്ലാം നിയന്ത്രിച്ച് മുട്ടായി ഉണ്ടാക്കുന്നതെല്ലാം കണ്ടോണ്ടിരിക്കും. അങ്ങനെ വന്നു മുട്ടായി എല്ലായിടത്തും കൊണ്ട് കടയിൽ കൊടുക്കും. 3-4 സ്റ്റാഫ് അങ്ങനെ മുട്ടായി കൊണ്ടു കൊടുക്കാൻ. അപ്പം 4 വണ്ടികളായിട്ട് മുട്ടായി കൊണ്ടുപോകും. നാട് മുഴുവൻ മുട്ടായി കൊണ്ടു കൊടുക്കും. ആരും കാശ് തിരികല. അവസാനം കട കയറി മുടിഞ്ഞു. അവസാനം അപ്പം ഇനി ഇത് കാശ് തിരിക്കും, പിന്നെ അപ്പം തന്നു. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം പിന്നെയും നോക്കിയിട്ട് ഒരെണ്ണവും കാശും തരികയില്ല. ഞാൻ ഒരു ദിവസം ഒരു 10 മണിയായപ്പോൾ അവിടെ കയറി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ എല്ലാവരും ഏറ്റു നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും ഏറ്റു നിന്നു. ഞാൻ ഈ ഫാക്ടറി പൂട്ടിയിരിക്കുന്നു. കാരണം ഇത് നട്ടം കൊണ്ട് മടുത്ത് ഇനി എവിടെ നിന്നുണ്ടാകും കാശ്? മടുത്ത് അപ്പനെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് എല്ലാവരെയും കണക്ക് നോക്കാൻ പറ്റും. സൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ചീഫ്. ആ സൂറ കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. കമ്പനി പൊളിച്ചത് പറയുക. സൂറ ഓരോന്നും കണക്കെടുത്ത് പറഞ്ഞു. ഞാൻ കാശ് അന്നേരം എല്ലാം രൊക്കം കാശ് എണ്ണി കൊടുത്തു. അപ്പോൾ സൂറായും സ്റ്റാഫും പറഞ്ഞു, ഞങ്ങൾക്ക് കാശ് വേണ്ട, നിർത്തുകയാണ്, ഞങ്ങൾക്ക് കാശ് വേണ്ടെന്നു. ഞാൻ സാധ്യമല്ല, ഒരൗദാര്യം വേണ്ട, ഈ കാശങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും കാശ് കൊടുത്തു. അപ്പോൾ ഈ പാവ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക. ഞാൻ എല്ലാവരും കൂടെ എടുത്ത് തോട്ടിലോട്ട് ഒഴുകാൻ, എല്ലാം കൂടെ തോട്ടിലോട്ട് പാവം എന്ന് പറഞ്ഞാൽ ഈ ഷുഗറിൻ്റെ ഒഴുക്കി. അങ്ങനെ പ്രശ്നം തീർത്തു, അടച്ചു പൂട്ടി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, മിസ് മാനേജ്മെന്റ് ആണത് പരാജയപ്പെടാൻ കാരണം. പിന്നെ അറിവില്ലായ്മ. ഈ മുട്ടായി ഉണ്ടാക്കുന്ന കണ്ടസാര ഉപയോഗിച്ച ഞാൻ 1ാം തരം ഷുഗർ ഇട്ട് കൊടുത്തു. പിന്നെ എങ്ങനെ നന്നാവും? അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നത്. ഗുഡ് ക്വാളിറ്റി ആയിരുന്നു, അതിനകത്ത് മായമില്ലേ? നിങ്ങൾ രാഷ്ട്രീയത്തിലെടുക്കുവോ? രാഷ്ട്രീയത്തിലെടുക്കുവോ? താല്പര്യമുണ്ടോ? എനിക്കൊരു താല്പര്യമുണ്ട്. പാർട്ടിയില് ജോയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ വരും. അതാണ് സാറേ ഇന്ന് വെള്ളം സാറ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് സാറ് വരുമെന്ന് അറിഞ്ഞപ്പോ മാറിയിട്ട് അങ്ങനെ ബോർഡ് എക്സാംസ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ
എല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇങ്ങനെ ടെൻഷൻസ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ നിങ്ങളുടെ ടെൻഷൻ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, അത് മാത്രമല്ല 90+ മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് നിങ്ങളുടെ കൂടെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടാണ് ശരിക്കും 90+ ഇപ്പോൾ ക്ലാസ്സുകൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല കുട്ടികൾക്കായിട്ട് പരീക്ഷ പേടിയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടും അവരുടെ എന്താ പറയുക എക്സാമിന് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും 90+ന്റെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ടിലായിരിക്കും നിങ്ങൾക്കായിട്ട് ഈ ഒരു ആപ്പ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ 90+ മാർക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. കാളക്കുട്ടന്റെ പേരെന്താ? ഭയങ്കര നോട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഏതെല്ലാം സ്റ്റാർ മാജിക്കിൽ ഒരു ഗെയിമിന് മുമ്പുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ. ഈ കാള ഏതാണ്, കാളക്കുട്ടൻ ഏതാണ്, മഷ്റൂംസ് ആരാണെന്നൊക്കെ നമുക്ക് വഴി അറിയാം. നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേര് ബുൾസൈ. ഈ മഷ്റൂം വെച്ചിട്ട് എങ്ങനെ ബുൾസൈ ഉണ്ടാക്കും എന്ന് എല്ലാവരും വിചാരിക്കണ്ടായിരിക്കും. പക്ഷെ ഒന്ന് തർജ്ജമ ചെയ്ത് നിങ്ങൾ ആലോചിക്കൂ. ബുൾസൈ എന്ന് പറയുമ്പോ കാളക്കണ്ണ്. So moving on to the game, and that is Bullseye. ഈ കാളയ്ക്ക് ആട്ടവും കുറച്ച് ഇളക്കവും ഇത്തിരി കൂടുതലാണല്ലോ കാളെ. ആട്ടം ഇളക്കവും മാത്രമല്ല, പിന്നെ അത് വേറെ പ്രശ്നങ്ങളുണ്ട് ആ കാളയ്ക്ക്. ലക്ഷ്മി ഇന്ന് കാള താഴെ നിൽക്കുന്നല്ലേ പറഞ്ഞത്? ലക്ഷ്മി, കാള താഴെ നിൽക്കുന്നല്ലേ പറഞ്ഞത്? അതല്ലേ നീ അവിടെ ഇരിക്കുന്നത്. ലക്ഷ്മി, ഇന്ന് വരെ ഒരു പശുവിന്റെ അടുത്ത് പോലും കൊണ്ടുപോകാതെ ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിയ കാളയാ. കുറച്ച് പ്രശ്നക്കാരനാണ്, എല്ലാരും മാറി നിൽക്കണം. മനസ്സിലായില്ലേ? ഞാൻ എന്റെ പേര് ബിജു. ബിജു അല്ലേ? ഓക്കെ, ബിജുക്കുട്ടാ സ്റ്റാർട്ട് ചെയ്യല്ലേ? ബിജുക്കുട്ടാന്ന് പറയല്ലേ? അയ്യോ പിന്നെ ബിജുക്കുട്ടാന്ന് പറയല്ലേ, പ്രശ്നമാവും. എപ്പോഴെങ്കിലും ജീവിതത്തിൽ കറവക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ? കറവക്കാരനായിട്ട് ജോലി ചെയ്തിട്ടില്ല. ഒട്ടകത്തിനെ കറക്കുമായിരുന്നു കുറച്ച് നാൾ. അഭിനയിച്ചിട്ടില്ല. കറവക്കാരനായിട്ട് സിനിമയല്ല, ഒരു സീരിയല്. ഇവന്റെ അടുത്ത് എന്ത് സംഭവം പറഞ്ഞാലും ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, സിനിമയല്ല, സീരിയൽ ബാലഗണപതി എന്ന് പറഞ്ഞ സീരിയല്. ഇവന് എപ്പോ പറഞ്ഞാലും സിനിമയിൽ അഭിനയിച്ചു ഇതിന് മാത്രം സിനിമ. അതല്ലേ എന്റെ പൊന്നെ, ഞാൻ സീരിയൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഭയങ്കര, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കിഡ് സോണിലൊക്കെ നിൽക്കണ പോലെ ഉണ്ടല്ലേ. കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. വൈഡ് വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ്. ഇത് റെഡ് മഷ്റൂം, അത് യെല്ലോ മഷ്റൂം, ആൻഡ് ഇവിടെ ആണെങ്കിൽ നടുക്കൊരു ഗോപിയൊക്കെ തൊട്ടിട്ടുള്ള ഒരു കാളക്കുട്ടനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലും കഴിഞ്ഞ ഇളക്കമാണ്. അപ്പൊ ഇതിലും നമ്മള് ഈ എന്താ പറയാ, ഈ സ്മാർട്ട് ആയിട്ടുള്ള ഈ ഇളക്കമുള്ള ഈ കാളക്കുട്ടന്റെ ഫേസ് ഒന്ന് നമുക്ക് ബിജുവിന്റെ ഫേസ് ഒന്ന് നമുക്ക് കാണണം അല്ലേ? ഓക്കെ ബിജു, നോക്കട്ടെ. അല്ല, അത് വേണ്ട, അതാണ് വൃത്തി കുറെ കൂടെ. ബിജു,
ചാടിയോ? ആ മുടിക്കോ മറ്റേ മുഖം നല്ലത് മുടിക്കോ ഈ കളിക്ക് എന്ത് ചെറുക്കം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. അപ്പൊ ഇതെല്ലാം ഇനി നമ്മള് ഈ ബുൾസൈ എന്ന് പറഞ്ഞ ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോ ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കും. എന്താ പ്രൗഡി. അതായത് ഇത്രയേ ഉള്ളൂ. ഈ 3 മഷ്റൂംസ് എന്ന് പറയുന്നത് അവര് ഓപ്പോസിറ്റ് ടീമിലെ മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടീമിൽ നിന്ന് 3 പേരായിരിക്കും വരണ്ടായിരിക്കുക. ആൻഡ് അസീസ്ക മുകളിലായിരിക്കും. യെസ്, ഈ കാളക്കുട്ടിനെ മേക്കാണ് വേണ്ടത്. കറക്റ്റ് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ട് ഈ കാളക്കുട്ടിന്റെ ഉള്ളിൽ 2 പേര് കയറി നിൽക്കണ്ടായിരിക്കും. മഷ്റൂം കഴിക്കുകയാണ്, അതായത് കഴിക്കാനോ ഇടിക്കാനോ മഷ്റൂമിനെ മാക്സിമം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കണം. അതാണ് ഗെയിം എന്ന് പറഞ്ഞാൽ. ഈ മഷ്റൂംസ് ഈ സർക്കിളിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മഷ്റൂം താഴെ വീഴണം. ഓക്കെ, അപ്പൊ ഈ മഷ്റൂംസ് ആരാന്ന് കാണിക്കണ്ടേ? ഒന്ന് കാണിക്കൂ. ആ, ഈ തല നോക്കട്ടെ. അയ്യോ, മയ്യനാട് മഷ്റൂം. ശരി, ഇതേതാ വേറെ മഷ്റൂം? അത് നല്ല പൂപ്പുള്ള മഷ്റൂമാണ് കേട്ടോ. അയ്യോ, ഇത് ഇംഗ്ലീഷ് പറയുന്ന മഷ്റൂം ആണ്. ശരി, നീ അത് തലവെക്കേണ്ട കാര്യമില്ല, നിന്റെ മുടിയും അത് ഒരേപോലെ. അങ്ങനെ മയ്യനാട് കൂണായിട്ട് ലാസ്റ്റ് കൂനാവാണ്ടിരിക്കട്ടെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Moving on to the game that is Bullseye and ഇവർക്കുള്ള countdown please. ബിജു, ഞാൻ പറയും കേട്ടോ. ബിജു കേറിക്കോ. ബിജു ലെഫ്റ്റ് പോ. നേരെ സ്ട്രൈറ്റ് പോ. തല താഴെ ഇടൂ. സ്ട്രൈറ്റ് വാ. അങ്ങോട്ട് പോ. ഓൾ ടോട്ടൽ ഇവരെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് 35 സെക്കൻഡ് ആണ് അസിസ്കയുടെ ടീം. ഗുഡ് ജോബ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ 2 പേരും നന്നായിട്ട് കളിച്ചിരിക്കുകയാണ്. യുവ ആൻഡ് ഡൈന, ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻസ്. ഡൈന എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കുട്ടി കാളക്കണ്ണായിരുന്നപ്പോഴും ഞാൻ വളർത്തിയതാണ് ബിജുവിനെ. കാരണം ഞാൻ അത് പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു സാധനം. അതുകൊണ്ട് അവൻ വളരെ മനോഹരമായിട്ട് അല്ലേ. ശരി, ഓക്കെ. അപ്പം കാളായിട്ട് വളർന്ന നീയാണല്ലടാ. അങ്ങനെ അതെവിടെ ആദ്യമായിട്ട് കാളയുടെ ഫിഗർ ചെയ്ത് കയ്യടി മേടിച്ചിരിക്കുകയാണ്. അതൊരു അപ്ലാസ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഗെയിം? ആക്രാന്തം പിടിച്ച കാളയെ പോലെ ആയിപ്പോയി സത്യം. ഒരു ആക്രാന്തം അല്ല, പിടിച്ച. ഞാൻ തുടങ്ങും മുമ്പേ പറഞ്ഞു ഇന്ന് വരെ ഒരു പശുവിനെ കാണാത്ത കാളയാണ്. അതാണ് കണ്ണ് ചുമന്നിരിക്കുന്നുണ്ട്. ആ കാളയുടെ കണ്ണ് നോക്കി അടിച്ച് ഫിറ്റായ കണ്ണാണ്. ചുമന്ന കണ്ണ്. ക്യാപ്റ്റനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, അപ്പൊ ക്യാപ്റ്റനോട് പറയാനുള്ളത് ഞങ്ങൾ പിന്നെ പറഞ്ഞോളാം. അത് അല്ല, ഭയങ്കര സ്നേഹം. കണ്ണ് ചുമന്നിരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ കളിക്കുമ്പോ വിളിപ്പിച്ചേർന്നേ. ശരി, ഓക്കെ. രജിത്തേട്ടൻ കഴിഞ്ഞ തവണ വന്നു പോയതിനു ശേഷം ശരിക്കും ആ ഒരു മാസ് എൻട്രിയെ പറ്റിയിട്ട് ഒരുപാട് നമ്മുടെ പ്രേക്ഷകരെ ചർച്ച ചെയ്യണ്ടായി. ആൻഡ് അത് മാത്രമല്ല, ഈ അസീസ്ക്കായിട്ടുള്ള ഈ ഒരു കോംബോ, നിങ്ങൾ തമ്മിലുള്ള ഈ ജഗട അതൊക്കെ ശരിക്കും നമ്മുടെ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര സ്പിരിറ്റ് വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് പറയാനുള്ളത്? അല്ല, അതിന് വേറൊന്നുമല്ല. ഇപ്പം ഞങ്ങള് ആത്മാർത്ഥമായി ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് അടിപൊളി. അതാ നമ്മൾ ചെയ്തത്. എന്തുകൊണ്ട് ഫൈറ്റ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കോമ്പറ്റീഷൻ സ്പിരിറ്റോട് കൂടി ചെയ്തുകൊണ്ട് എന്ത് ചെയ്താലും ആ സ്പിരിറ്റോട്. ആ സ്പിരിറ്റ് കാണാം. 2:35 ഞങ്ങളെ ടൈം. അല്ല, ഞങ്ങളെ ഡയലോഗിലൂടെ അല്ല, ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു. ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം മീശ അല്പം കൂടെ അങ്ങ് വളർത്തി. ഞാൻ പക്ഷെ വെട്ടിക്കളഞ്ഞു. അല്ല, ഞങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗുണമാണ്. അപ്പൊ കാളയുടെ ഇംഗ്ലീഷ് നിന്റെ മീശയുടെ നീളം നീ
അതെ, ഞങ്ങൾ അതിലും വലിയ ഞങ്ങള് മഹർഷീനെ ഇറക്കിയേക്കുവാ നീ മീശ അതിനെ വളർത്തുന്ന ഇറക്കിയിട്ടുണ്ട് ഞാൻ. എടാ ഞാൻ കൂടോത്രം ചെയ്യണമെന്ന് പറഞ്ഞു നീ എന്നെ അതില്ല, ഇനി നീ കൂടുതൽ ഇവിടെ വന്ന് കളിച്ചാൽ ആ മീശയെ പിടിച്ച് കെട്ടിയെടുത്തിന് ഇവിടെ. മാത്രം മുട്ടക്കകത്ത് ചെയ്യുമല്ല, നേരിട്ട് ചെയ്യാൻ ആളെ ഞാൻ ഇറക്കിയേക്കുക. ശരി, ഓക്കെ. അപ്പോ ഇവിടുത്തെ ബിജുക്കാള ഇനി റെസ്റ്റ് എടുക്കും. ഹിമാലയ സാനുക്കളിൽ നിന്ന് ഞങ്ങൾ മഞ്ഞുകട്ടെ തൊടാതെ തട്ടിത്തടയാതെ അതെ. അസീസ് ഇപ്പൊ പിടിച്ച ആ മീശയ്ക്ക് ഇത്രയല്ലേ നീളമുള്ളൂ. ഈ മീശയുടെ നീളം ഒന്ന് നോക്കി. അല്ല അത് നമ്മളെ സാധനമാണ്. അവന്റെ മീശ പിടിച്ചിട്ട് കാര്യമില്ല. എന്നാ ഞാൻ വേറെ വലിയ മീശയോടെ വെച്ചോണ്ട് വരും മേക്കപ്പ്. ഞങ്ങളിവിടെ മഷ്റൂമിനെ ആർട്ടിലുണ്ടാക്കിയപ്പോ നിങ്ങളുടെ പാർട്ടി ടീമിൽ തന്നെ മഷ്റൂമിനെ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കണോ അപ്പൊ കൊച്ച്? അപ്പൊ ഇവിടുത്തെ സ്പെയിനിൽ നിന്ന് വന്ന ബിജുക്കുട്ടനായിരുന്നു. എവിടുന്നുള്ള കാളയാണ് നിങ്ങൾ ഇറക്കണേ? ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെ കാളയാണ്. നല്ല നല്ല ശശാങ്കൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് പറഞ്ഞു നോക്കാം. സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞ കുറെ ദിവസങ്ങൾ എവിടെയായിരുന്നു പോയിരുന്നുള്ളത്? ഇംഗ്ലീഷ് പഠനമായിരുന്നു. ഓക്കെ, ഇനി ബുൾസൈ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാനായിട്ട് നമ്മുടെ രജിത്തേട്ടന്റെ ടീമാണ് വന്നിട്ടുള്ളത്. അസിസ്കയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് രജിത്തേട്ടൻ ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുമ്പോൾ ഇത് എന്താണിത്? കംപ്ലീറ്റ് സെറ്റപ്പ് ആണല്ലോ. നമുക്ക് കളിയിലൂടെ കാണാം. ബെൻചേട്ടാ, കാളക്കുട്ടന്റെ പേരെന്താ? രാജ്കുട്ടൻ. ഓ, സ്വിസ് ബ്രൗൺ ആയിട്ടുള്ള രാജ്കുട്ടൻ ഫ്രം സ്വിറ്റ്സർലൻഡ്. നെറ്റിപ്പട്ടം കെട്ടിയ കാളെ ഞങ്ങൾ ഇറക്കിയാണ്. നെറ്റിപ്പട്ടം കെട്ടിയ കാളെ രാജ്കുട്ടാ, നെഞ്ചത്ത് രോമമുള്ള ഞങ്ങൾക്ക് ഭയങ്കര ഹെയറിയുണ്ട് ഈ രാജ്കുട്ടൻ. രാജ്കുട്ടൻ കറ്റാർവാഴയുടെ പോള എന്നും തിന്നു. അതാ നെഞ്ചത്ത് രോമം ഇങ്ങനെ വളർന്നു നിൽക്കണേ. 2 മിനിറ്റ് 35 സെക്കൻഡിലായിരുന്നു അവരുടെ ഗെയിം അവർ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അളിയാ 1 മിനിറ്റിൽ തന്നെ പണി നിർത്തണേ. അളിയനല്ല രാജ്കുട്ടൻ. രാജ്കുട്ടാ, സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. തട്ടിക്കള കേസ് ഞാൻ നടത്തിക്കോളാം. സൂപ്പർ ഗെയിം ആയിരുന്നു നമ്മുടെ രാജ്കുട്ടനും ബിജുക്കുട്ടനും കൂടെയുള്ള. 2 കുമിളും അത് ഒരു കല്ലുമേക്കായിരുന്നു. ആ കല്ലുമേക്കായ ആണെങ്കിൽ എല്ലാത്തിനും നോക്കുവാ. ചിപ്പി തുറന്ന് നോക്കിയിട്ടാ കിടന്നോടുത്ത്. അല്ലാതെ നീ എപ്പോഴും അടിച്ച് കളഞ്ഞാലെന്നറിയോ? അതെ അതെ, ഓപ്പൺ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഷ്റൂം ആയിട്ട് തന്നെ നിൽക്കണായിരുന്നു. പക്ഷെ അന്ന ഇങ്ങനെ നോക്കണ്ടായിരുന്നു. ചാക്ക് ഇളകിപ്പോയി. കുട്ടിക്ക് പെട്ടെന്ന് പോണേ തല പൊക്കി നോക്കണ എന്താന്ന് മനസ്സിലായി. അത് ഡൗട്ട് പാന്റ് ആണോ ചാക്കാണോ എന്ന് ഡൗട്ട്. അതാണ് പൊക്കി നോക്കിയത്. നല്ല കാര്യം. കല്യാണത്തിന് ആളെക്കൂടെ കൊലയൊക്കെ ഉറയിലിട്ടേക്കും. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കിണറിൽ വീഴുന്ന സമയത്തെ ഫയർഫോഴ്സ് ഒന്ന് പൊക്കിയെടുക്കൂല, അതുപോലെ ഇരിക്കുന്നു. ഈ ഫിഗറാണല്ലോ ഏറ്റവും വേട്ടപ്പള്ളിയാണ്. ഒരു പ്രതിയോഗി ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഞങ്ങള്. അത് തീപ്പെട്ടിക്കൊള്ളിയുടെ ഫിഗർ ചെയ്യാൻ വേണ്ടി ഒരാളെ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നു, അതായത് അസിസ്കയുടെ ടീം കളിച്ചപ്പോൾ 2 മിനിറ്റും അതുപോലെ തന്നെ 35 സെക്കൻഡും ആയിരുന്നു. അസിസ്കയും രജിത്തേട്ടനും വരും. എനിക്ക് അടിയുള്ളൂ. മേടിച്ചോണ്ട് അയ്യോ, ഈ 2 കാളക്കുട്ടന്മാരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. പ്രവീൺ അതുപോലെ തന്നെ സാധു, വെരി ഗുഡ്, ഗുഡ് ജോബ്, നന്നായിട്ട് കളിച്ചു. രണ്ടും സെയിം കോസ്റ്റ്യൂമും അല്ലേ? അതെ അതെ, ഭയങ്കര അവര് ഗെയിമിനോട് അവര് കൂറ് പുലർത്തി. ഏത് കൂറ് ആര് ഇതില് മീശ പിരിക്കും, ഇതിൽ ആര് മീശ താഴ്ത്തും എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. ഒരെണ്ണം മേലോട്ട് വെക്കാം, ഒരെണ്ണം താഴ്ത്തി വെക്കാം. അപ്പൊ ഇതിലും ഇനി അസിസ്കയുടെ ടീം 2:35 ആണെങ്കിൽ ഇവരുടെ ടൈം ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ജസ്റ്റ് ഒരു വൈൽഡ് ഗസ് കൊടുക്കാൻ പറ്റും? ഒരു പിടുത്തില്ല. ഞാൻ ആ ഗെയിമിന്റെ ഇതിലായിപ്പോ ഞാൻ ടൈം നോക്കില്ല. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ ഒരു 2:30 അങ്ങനെ. ജസ്റ്റ് ഒരു ഗസ്. എല്ലാം ഫോർകാസ്റ്റ് ചെയ്ത് കണ്ട ഒരാളാ. ഫസ്റ്റ് എപ്പിസോഡിൽ വന്നപ്പോ പ്രണവ് മോഹൻലാലിന്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞ ഒരാളാ. അത്രയും പ്രഡിക്ഷൻസ് എടുത്താന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വൈൽഡ് ഗസ് കൊടുക്കാം. ഞങ്ങൾ വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെയാണല്ലോ നമ്മള് മൊത്തത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. 2:25 2:20 2:15 ആ റേഞ്ച്. ഓക്കെ.
അപ്പൊ രജിത്തേട്ടൻ പറഞ്ഞ പോലെ രജിത്തേട്ടന്റെ ടീം ഈ ഒരു ഗെയിം കഴിയുമ്പോ ടോട്ടൽ എടുത്തിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:57. അല്ല പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം. ഞങ്ങളെ നേരത്തെ ഇടിച്ച് വെളിയിൽ കളഞ്ഞ ആ മഷ്റൂം വെറുതെ കുറെ നേരം ഇതിനകത്ത് കറങ്ങി ഞങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കി. ബിനു പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ആക്കിയിട്ട് ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങളുടെ കൺഫ്യൂഷൻ ശേഷം ഒന്നും മിണ്ടാതെ പുള്ളി പുറത്തു എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് അസിസ്ക ആന്റി. കള്ളത്തരം, വഞ്ചന, ചതി. നമുക്ക് വിഷയമല്ല. ജയിച്ചതിന് അംഗീകാരം തന്നെയാണ്. പക്ഷേ ഈ ജയത്തിന് അത്ര മാറ്റുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ഒന്നാമത്തെ മഷ്റൂമിനെ ഞങ്ങളുടെ കാള നിമിഷം കൊണ്ടാണ് ഇടിച്ച് പുറത്താക്കിയത്. ഒരിക്കലും എല്ലാവരുടെയും ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് ബുൾസൈൽ കുറച്ച് മഷ്റൂം ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചത് അസിസ്കാൻ ടീമാണ്. ചാട്ടം പോരട്ടെ. ഓക്കെ, അപ്പൊ ഇതിലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് അസീസ്ക ആൻഡ് ടീമാണ്. അതുകൊണ്ട് തന്നെ ചാട്ടം പോരട്ടെ. ചാട്ടയുടെ സാറേ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ ചോര ചീറ്റി തെറിക്കുകയാണ്, തറ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചെവിയിൽ നുള്ളിക്കോ. അസീസേ എന്നോടൊന്നും വിഷമം നോ തോന്നരുത്. പ്രോബ്ലം. അങ്ങോട്ട് ഉമ്മയൊക്കെ വെച്ചിട്ട് വേറെ പോവോ? അതെ, പക വീട്ടാനുള്ളതാണ്. അതാരാ പറഞ്ഞേ? അയ്യോ, ഒരു ബീഡി വിളിച്ചിട്ട് ഇത് ഇങ്ങനെ നിട്ടാ തീരാന്ന പ്രശ്നം. അപ്പോ അസിസ്കയുടെ ടീമിൽ നിന്നും ക്യാപ്റ്റൻ തന്നെ വരട്ടെ. നമുക്ക് ജിങ്ങണമണി അടിക്കണം. സോ എല്ലാരും മടി ക്യാപ്റ്റൻ കൂട്ടമണി എന്ന് പറഞ്ഞോളൂ. അതിനുശേഷം ഞാൻ ചാട്ട എടുക്കാതെ പതുക്കെ തൂക്കണ ഡൈയൊക്കെ കയ്യിൽ. വയ്യ ചുരുട്ടി ചുരുട്ടി. കൊട്ടേഷന്റെ പരിപാടി ഉണ്ട്. ഇനി അത് വന്ന് മൂക്കത്ത് വന്നോട്ട് മൂക്കിന്റെ പാലം തകരും. ഈ ഓരോ അടിയും നിങ്ങളുടെ ഓരോ ടീമിന്റെ നെഞ്ചത്തിട്ടാണ് ഞാൻ തരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയം പിടക്കുന്നത്. ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, ആ ഒരു വാക്ക് പാലിച്ചു. എന്നൊരു വിഷയല്ല. അല്ല വേറെ ഒരാളിനെ എടുക്കുന്നു രാവിലെ ഒരു ഞാൻ സാറിനെ തന്നെ അങ്ങ് എടുക്കാൻ പോവുകയാണ്. സർവ 2 ദിവസം ഇവിടെ നിന്ന് ജയിച്ച് മാറി നിന്നപ്പോ ആ വഴി അങ്ങ് പൊക്കോണ്ടാ മതിയായിരുന്നില്ലായിരുന്നു. ഒരു സെക്കൻഡ്.
ഒന്ന് എന്റെ കാരണത്താണോ ഉണ്ട് അങ്ങനെയാണ് തിരിച്ചടി അടുത്താള്. ഡിസ്ക് തെറ്റിയോ? അടിയൊരു ഇടി പോലെ അടിയൊരു ഇടി പോലെ. ഇല്ല അടിമാലി നോക്കണ്ട, ഞാൻ ഒരെണ്ണം അങ്ങോട്ട് തന്നു, തിരിച്ചു തന്നു, ആ കണക്ക് അവിടെ തീർന്നു. ആ അതാണ് തറവാടിത്തം. കുടുംബം തുറന്നവനാ. കണ്ടുപടിയിടാ. അല്ല ഞാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചാണ്. ഞാൻ മറന്നു. വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഐഷു കമാൻ. നോ, യുദ്ധം. ഞങ്ങളുടെ ടീമിലെ പാവം തങ്കച്ചനെ അങ്ങനെ അപ്പൊ നിന്നെ യുദ്ധത്തിൽ പിടിക്കുകയാണ് ഞങ്ങൾ. വേഗം അടിക്കും. അടിക്കുന്നെങ്കിൽ അടിച്ചിട്ട് ആ, പോകട്ടെ. പരസ്ത്രീയുടെ കാലിൽ രൂക്ഷമായി നോക്കുന്നത്. മഹേന്ദ്ര ബാഹുബലി. എടാ സീരിയൽ നടാ, നിന്റെ റേറ്റിംഗ് പോയടാ. നിങ്ങളുടെ ടീമിലെ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പോയി. ഓ ഇല്ല, ആണുങ്ങളായിരുന്നു ഞങ്ങളുടെ 1 കിലോ ഇറച്ചിയും കൊണ്ട് നീ പോയിട്ട് ഫ്രൈ അടിച്ചു തന്നെ. അയ്യോ ഞാൻ തല്ലുകൊണ്ടല്ലോ, വെല്ലു വിളിക്കണ്ടായിരുന്നു. ഓറി കളിയാ. എനിക്കൊരു ആഗ്രഹം സ്വന്തമായിട്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബിനു ചേട്ടനെ ഒന്ന് അടിക്കണം. ബിക്കോസ് നമ്മൾ ഇതിനു മുമ്പ് ഓപ്പോസിറ്റ് ടീമിൽ വന്നിട്ടുണ്ട്. ശരിക്കും എനിക്ക് അടിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് എന്നെയാണോ? തോന്നിയിട്ടില്ല അപ്പോഴൊന്നും. പക്ഷെ എനിക്കൊരു ആഗ്രഹം. ഇനി ഡയാനും കൂടെ ഉള്ളൂ. ഞാൻ തല്ലിയിട്ടില്ല. അല്ല ഞാൻ നിന്നെ തല്ലിയിട്ടില്ലല്ലോ. ഇല്ല തല്ലിയിട്ടില്ല. ആഗ്രഹമാണ് ചേട്ടാ. നിന്നെ തല്ലാതെ താഴ്ത്തു വെച്ച ഉറുമ്പരിക്കും മേളിൽ വെച്ച പേനരിക്കും എന്നും പറഞ്ഞ് വളർത്തിയിട്ട് ആ ചേട്ടന്റെ വാക്കടിച്ച് തകർക്കാൻ നിനക്ക് അങ്ങനെ തോന്നിയടിയാ. ബിനു ചേട്ടൻ ആയതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്രാവശ്യം ഫെദർ ടച്ച് ആയിരിക്കും. ഓഹോ. യെസ്. Ready, 1, 2, ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും കൊണ്ടാണേ. go. Feather touch ആയിരുന്നു ബാപ്പുവിന്. പൊട്ടിയാലേ ചീപ്പ് പൊട്ടിയാ. എല്ലാം ജീപ്പിന്റെ ഒരു 7 പല്ല് പോയി. കുത്തിയത് ഞാൻ മേടിച്ചു കൊടുക്കും. 2 രൂപ പോയി സാറേ, ഞാൻ ഇവിടുന്ന് പോകൂല. അസീസേ, ഓ സാർ, അനിയന്റെ ജീപ്പാ. ചാട്ട പിടിക്കാൻ പോലും അറിയാത്ത പിള്ളേരാണ് നിന്റെ കൂട്ടത്തിലുള്ളത്. ഇപ്പൊ മനസ്സിലായ? എന്നിട്ടാണ് ഞങ്ങൾ ഗെയിം കളിക്കുന്നത്, അതെ. ജയിക്കുന്നത്. നീ മാത്രമുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് അടിക്കുന്നത്. ശരി, ഇതെല്ലാം കൂടെ ഇപ്പൊ മുതലാക്കാൻ തങ്കു വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. പണ്ടൊക്കെ പിന്നെ ഇപ്പൊ ഇപ്പൊ അപ്പോ പഴഞ്ചൊല്ല് പറയാൻ നീ ആദ്യം പഠിച്ചിട്ട് വാ. വിഷയന്റെ കടയില വാഴയ്ക്കപ്പം അവിടെ Ready, നേരെ 1, 2, 3, go. അത് ഇത് ഒഴിക്കാതെ എങ്ങനെയുണ്ട്? എടാ പെണ്ണ് മുഖത്ത് തുപ്പും, നീ മാറി നിൽക്കും. ഓക്കെ, അടുത്ത ഫെദർ ടച്ച് വരുന്നുണ്ട്. മഹർഷി അടിച്ചായിരുന്നോ? ആ മഹർഷി അടി. അല്ല ഉറപ്പായിട്ടങ്ങ് അടി. എന്നെ 7 പ്രാവശ്യം തല്ലിയതാട്ടോ, ഇനി തരരുത്. ശശുവിന്റെ ഒരു ഭാഗ്യം. മോളെ ഞാൻ ഇടത്തേക്ക് കൊണ്ടാണ് അടിച്ചത്, അതുകൊണ്ട് നിനക്ക് വേദനിച്ചില്ല. നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസ് മൈൻഡിലാണ് പോണത്. കുട്ടി അടിച്ച് പഠിച്ച് വരുമ്പോ മാറാം. ഇങ്ങനെയുള്ള തീർന്നില്ലായിരുന്നു. മുടിയനും മുടിയെത്തി. ഈ മീശി വെച്ച് ഇനി കരയിലട കഴുതേ. വെള്ളം വീണ് ഇനി അത് വളരും. പാക എന്തിനുള്ളതാണ്? ഈട്ടാനുള്ള അല്ല മോളെ, അത് അറിഞ്ഞ് വീഴരുത്. Ready, 1, 2, 3. മിടുക്കി നിങ്ങൾ സത്യം പറ, ഒരു കാറിലാണ്. മോളെ മിടുക്കി. പ്രവീണ നീ രക്ഷപ്പെട്ടു. ഞാൻ പോട്ടേന്ന് വിചാരിച്ചതാ വെറുതെ. അതേതായാലും നന്നായി. ഞാൻ ഡയലോഗ് മാത്രമല്ല എന്റെ ഹൃദയം. പോയി സ്കൂബിയുടെ ചങ്ങാതി. അപ്പൊ സ്റ്റെഫി പോന്നുള്ളൂ. ആർക്കാന്നുണ്ടെങ്കിൽ സ്റ്റെഫി അടിക്കാം. രവിയുടെ കാര്യം കട്ട പോകെ. മലയാള ഗായകന്റെ ഫിഗറും വെച്ച് തമിഴ് ഗായകൻ അടിക്കണവരെ അടിക്കാൻ. ഓക്കെ, അവൻ അടിച്ചല്ല വജ്രോടത്ത് തലേ കുത്തി. അത്രയും വൃത്തിയിട്ടവനവൻ. തയ്യാറായില്ല. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ, അതായത് അടുത്ത ദിവസം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഞങ്ങൾ വീണ്ടും എത്തും കേട്ടോ. എന്തിനാ എഴുന്നേക്കണ? കിടന്നുറക്കാം. ഞാൻ അടി കണ്ടത് മതിയായില്ലേ? അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.